ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഈ ശുശ്രൂഷ പങ്കെടുക്കണമെന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് കർത്താവിന്റെ ക്രോധത്തിന് വിട്ടുകൊടുക്കുകയും, എന്തെന്നാൽ പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ാം തിരുവചനം. എന്തൊരു അത്ഭുത വചനമാണല്ലേ ഇത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, എനിക്കിതാ ഞാൻ പകരം വീട്ടും. കണ്ടോ, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും. ജീവിതത്തിൽ ശത്രുക്കൾ ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ശത്രുക്കളുണ്ട് ബ്രദറെ. ശത്രുക്കളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല, എങ്ങനെ മുമ്പോട്ട് പോകുന്ന പോലും അറിയാൻ പാടില്ല. എവിടെയും ശത്രുക്കളാ. അങ്ങനെയുള്ളവരാണോ നിങ്ങൾ? എങ്കിലൊന്ന് കമന്റ് ചെയ്യണേ. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫലമുള്ളവരാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അതിന് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ജോലിയാകാം, നിങ്ങളുടെ ഫ്യൂച്ചർ ആകാം, നിങ്ങളുടെ ലൈഫാകാം, എന്തുമാവട്ടെ, അതിന് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ആളുകൾ വരുന്നത്, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ശത്രുക്കൾ ഉണ്ടെങ്കിൽ സന്തോഷിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് ഉണ്ട്. എന്ത് റിസൾട്ട്? ബാഡ് റിസൾട്ട് അല്ല, ഗുഡ് റിസൾട്ട്. നല്ല റിസൾട്ട് കിട്ടുന്നതിന്റെ അടയാളമാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ സന്തോഷിക്കണം. രണ്ടാമത്, ഒരു ദൈവമകൻ അല്ലെങ്കിൽ ഒരു ദൈവമകളുടെ പ്രത്യേകത എന്താണ്? ശത്രുവിന്റെ മുൻപിൽ പകരം ചോദിക്കാനോ തിരിച്ചു ചോദിക്കാനോ ദൈവമക്കൾ പോകരുത്. അതെന്ത് ചെയ്യണം? കർത്താവിന് വിട്ടുകൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചോദിച്ചാൽ കർത്താവ് സൈലന്റ് ആകും. നമ്മൾ സൈലന്റ് ആയ കർത്താവ് ചോദിക്കും. ഇതിലേത് വേണം നിങ്ങൾക്ക്? ഏത് വേണം? കർത്താവ് ചോദിക്കണോ? എങ്കിൽ നമ്മൾ സൈലന്റ് ആവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശത്രുക്കളുടെ മുൻപിൽ വിജയം വരിക്കാനുള്ള ഒരു അവസരമാണ് കർത്താവ് നമുക്ക് തരുന്നത്. നമ്മൾ സൈലന്റ് ആവുക, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ാം തിരുവചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.